ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇത് അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം നിറഞ്ഞതാണ്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഉപകാരപ്രദമായി തോന്നിയ ഒരു ചാനലുണ്ടായിരുന്നു. ഒരുപാട് കാര്യം അവരുടെ വീഡിയോസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സാണ് അവരുടെ ചാനലിലുള്ളത്. ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം സ്ഥിരമായി കാണുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു വർഷം മുമ്പ്, അവർ ചെയ്യുന്ന വീഡിയോസിനെല്ലാം തന്നെ ഒരാഴ്ച കൊണ്ട് 10 to 25K വ്യൂസ് എല്ലാമാണ് വന്നിരുന്നത്. ഒരു സ്റ്റുഡൻറ് കൂടിയായ അവരുടെ ചാനലിൻ്റെ ഗ്രോത്ത് എനിക്ക് വളരെ അത്ഭുതം തന്നെയായിരുന്നു. ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ അവരുടെ ഒരു വീഡിയോ കാണുന്നത്. ഇപ്പോൾ അവരുടെ ചാനലിലേക്ക് ഒരാഴ്ച കൊണ്ട് വരുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഇത് 1000 അല്ലെങ്കിൽ 1000-ൽ താഴെയെല്ലാമാണ്. ചാനലിൻ്റെ പേര് ഞാൻ റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അതിനാലാണ് ഞാൻ ഈ ചാനലിൻ്റെ പേര് പറയാത്തത്. പലരും പറയുന്നൊരു കാര്യമാണ് എൻ്റെ ചാനലിന് വ്യൂസ് എല്ലാം കുറഞ്ഞു പോകുന്നു, എന്താണ് കാരണം എന്നെല്ലാം. എന്നാൽ എല്ലാ ചാനലിലും വ്യൂസ് കുറയുന്നത് ഇത് ഒരേ റീസൺ കൊണ്ടായിരിക്കില്ല. പല ചാനലിൻ്റെയും വ്യൂസ് കുറയുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകാം. അതിനാൽ തന്നെ പല അനലിറ്റിക്സിലൂടെ എല്ലാം മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഞാൻ അവർ ചെയ്യുന്ന ഒട്ടുമിക്ക വീഡിയോസും കണ്ടിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ ചാനലിലൂടെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവരുടെ ചാനലിൻ്റെ വ്യൂസ് പെട്ടെന്ന് നഷ്ടമായത്? ഇത് ഞാൻ അവരുടെ ചാനൽ നോക്കുമ്പോഴെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അവർ കൺസിസ്റ്റൻ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് കാരണമായിരിക്കാം അവരുടെ വ്യൂസ് നഷ്ടമായത് എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. എന്നാൽ അതല്ല റീസൺ. കാരണം അവർ സൂപ്പർ കൺസിസ്റ്റൻ്റ്, അതുപോലെ വളരെ ആക്റ്റീവുമാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, അവർ കുറേ വർഷം ഒരു നീഷ് സെലക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള വീഡിയോസാണ് അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു സമയത്ത് അവർ അവരുടെ നീഷ് മാറ്റി പുതിയ കണ്ടന്റ് എല്ലാം പരീക്ഷിച്ചു തുടങ്ങി. ഇങ്ങനെ കണ്ടന്റ് ടൈപ്പ് മാറ്റി ആദ്യം ചെയ്തപ്പോഴെല്ലാം അവരുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് എല്ലാം ലഭിച്ചിരുന്നു. എന്നാൽ പതിയെ അവരുടെ വ്യൂസ് എല്ലാം കുറഞ്ഞു തുടങ്ങി. കാരണം ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് ഇവരുടെ പഴയ നീഷ് അല്ലെങ്കിൽ പഴയ കണ്ടന്റ് കാറ്റഗറി എല്ലാം ഇഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിരുന്നത്. എന്നാൽ കണ്ടന്റ് ടൈപ്പിൽ അവർ വരുത്തിയ മാറ്റം അവരുടെ ചാനലിനെ എത്രത്തോളം ബാധിച്ചു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ അവരുടെ കണ്ടന്റ് ടൈപ്പ് അത് പഴയ ടൈപ്പിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു നീഷ് സെലക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം ആ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്യുക വഴി നിങ്ങൾക്ക് ഒരേ ടൈപ്പിലുള്ള ഓഡിയൻസിനെ നേടിയെടുക്കാനും അതുവഴി നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ സാധ്യമാവുകയും ചെയ്യും. ഇനി നിങ്ങൾ ഗ്രോ ചെയ്ത ചാനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ചാനലിലെ കാറ്റഗറി പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് പരീക്ഷിക്കാതിരിക്കുക. പുതിയ കാറ്റഗറി എല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിലവിലുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്യാതെ പുതിയ ഒരു ചാനൽ തുടങ്ങുന്നതാണ് നല്ലത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള വ്യൂവേഴ്സിന് ഉപദ്രവമാവാത്ത രീതിയിൽ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്യാൻ സാധിക്കും. അവരുടെ ചാനലിലേക്ക് പഴയ രീതിയിൽ വ്യൂസ് എല്ലാം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.